ഇഡി ആക്രമിച്ച കേസിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി തള്ളി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, ഇഡി ആക്രമിച്ച കേസ് വളരെ പ്രമാദം എന്ന വാക്കിനപ്പുറത്ത് വിവാദമായ കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ 2 പേരുടെ ജാമ്യാപേക്ഷ കൂടി തള്ളുന്നത്. എന്താണ് കേസിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? രതീഷ്, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 9 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി ഒടുവിൽ പരിഗണിച്ചത്. അതിൽ 7 പേരുടെ ജാമ്യാപേക്ഷ ഇന്നലെ തള്ളിയിരുന്നു. ശേഷിച്ച 2 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത്. ആ 2 ജാമ്യാപേക്ഷയും ഇപ്പോൾ തള്ളിക്കളഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 പേരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കോടതിയെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഈ കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത്. അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന കോടതിയിൽ എടുത്തത്. കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ CPMൻ്റെ പല പ്രമുഖ നേതാക്കളും ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പിണറായി വിജയൻ്റെ വീട്ടിലെ പരിശോധന ആരംഭിച്ച് 5 മണിക്കൂറിനകം 300 പേർ പ്രതിയാകുന്ന ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്ന് വിശ്വസിക്കാനാകില്ലെന്ന പ്രോസിക്യൂഷന്റെ നിലപാട് അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഏതായാലും 2 പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചു. അതിനൊപ്പം ഗൗരവമുള്ള വകുപ്പുകളാണ്, അവർക്ക് ജാമ്യം ലഭിച്ചില്ല. അന്നുണ്ടായിരുന്ന പല നേതാക്കളും പുറത്താണ്. അതൊക്കെ ട്രോളായി വരുന്നു. അതിനപ്പുറത്തേക്ക് കുറെ കൂടി ഗൗരവതരമായി കാര്യങ്ങൾ മാറുകയാണ്. ഇഡി ആക്രമിച്ച ഈ കേസിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി തള്ളി എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തെടുത്ത നിലപാട് പോലും ശക്തമായി വിമർശിക്കപ്പെട്ടതാണ്. അതിന് രാഷ്ട്രീയ പക്ഷപാതമുണ്ട് എന്ന ചർച്ചകൾ വന്നതാണ്. അപ്പോൾ ഈ കേസ് കുറെ കൂടി ഗൗരവമാണ്. ആരൊക്കെ പ്രതികളാകുമെന്ന സൂചനയുണ്ടോ അനന്തൻ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ ഗൂഢാലോചന ഭാഗത്ത് പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മളിന്ന് രാവിലെ നൽകിയ വാർത്ത എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിൻ്റെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാരടക്കം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് CDR അടക്കം ശേഖരിച്ചുകൊണ്ട് ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്, അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്, ഈ കേസിന്റെ ഗൂഢാലോചന അന്വേഷിച്ച് പൂർത്തിയാകുമ്പോൾ പല പ്രമുഖ CPM നേതാക്കളും ഈ കേസിൽ പ്രതിയാകും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അന്വേഷണം വഴിതിരിയുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. മാത്രമല്ല, രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ മൊത്തം 22 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഇനി 22 പേർക്കും ഇനി ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത്. ഏതായാലും അതിനൊക്കെ ഇനി സമയമെടുക്കും. 55 ദിവസം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഈ പ്രതികൾ. ഒരു പ്രതിക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. മറ്റൊരു പ്രതി ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല. അതിനിടയിൽ നേരത്തെ ജാമ്യം നിഷേധിക്കപ്പെട്ട ആറ്റുകാൽ സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്ന മുൻ കൗൺസിലർ കൂടിയായ CPM നേതാവ് ഒരു പുതിയ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പിതാവിന് അസുഖമാണ്, ഗുരുതരാവസ്ഥയിലാണ്, ഒപ്പം നിന്ന് ശുശ്രൂഷിക്കാനുള്ള അനുമതി വേണം എന്നുള്ളൊരു അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഈ ഹർജി കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. രതീഷ്, അപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഇപ്പോൾ ഭരണം നഷ്ടമായി കനത്ത തോൽവിയുടെ ആഘാതം നിൽക്കുന്നു. പുതിയ സർക്കാർ ആ ഘട്ടത്തിലായിരുന്നല്ലോ, അതിനിടയിലായിരുന്നല്ലോ വലിയ ആഘാതം EDയുടെ വരവ് കൂടി ഉണ്ടായത്. അപ്പോൾ അത് പിണറായിക്കെതിരായ വലിയ നീക്കം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് അവിടേക്ക് എത്തുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്തുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നു. പിന്നീട് വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ, മെസ്സേജുകളൊക്കെ ആളുകൾ കൂടുതലായി അവിടേക്ക് എത്തണം, പാർട്ടി ഓഫീസിലേക്ക് എത്തണം, ഈ ഇങ്ങനെയൊരു റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പാർട്ടിക്കാർ വരണം, അത് വിളിച്ചു വരുത്തിയതാണ് എന്നതിന് തന്നെ തെളിവും നിൽക്കുകയാണ്. ഈ കേസ് ഗൗരവതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ കേസിൽ പ്രതികരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതോ ജില്ലാതലത്തിലേക്ക് നിൽക്കുമോ? അതോ ഈ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളായിരിക്കുമോ? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം ഇനി ഉണ്ടാവുക? രതീഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ, മുൻ മന്ത്രിമാരടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതെന്നുള്ളതാണ്. മാത്രമല്ല, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഈ അന്വേഷണത്തിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള ആദ്യ അന്വേഷണം നടന്നത് അറസ്റ്റിലായിട്ടുള്ള 25 പ്രതികളെ കേന്ദ്രീകരിച്ചായിരുന്നു. അവരുടെ ഫോൺ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് അത് പോലീസ് അനാലിസിസ് ചെയ്തു. അതിനകത്ത് നിന്ന് പോലീസിന് മനസ്സിലായ ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന തെളിയിക്കാവുന്ന തെളിവുകൾ അവരുടെ ഫോൺ കോളുകളിലില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അവരുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ
സംബന്ധിച്ച് ഇതുവരെ അതിൻ്റെ സൈബർ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ കൂടി ശേഖരിക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ പരിശോധിക്കുന്നത് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ സമരം, ഒരു ഭാഗത്ത് സമരം പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ അതൊരു അക്രമ സ്വഭാവത്തിലേക്ക് പോകാനുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഈ നേതാക്കളിലേക്ക് അത്തരം ചർച്ചകൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരുടെ ആഹ്വാനം, അവരാണോ ഈ പ്രവർത്തകരെ പ്രകോപിതരാക്കിയത് എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതാണിപ്പോൾ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചതും. അതായത് ഗൂഢാലോചന അന്വേഷിച്ച് പൂർത്തിയാകുമ്പോൾ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികളാകും, കോടതിക്ക് മുൻപാകെ പ്രതികളായി എത്തും എന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത് കോടതി. അപ്പോൾ അത്തരം ഒരു സൂചന കൂടി കോടതിക്ക് നൽകി ആ വാദം കൂടി കോടതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടെന്നൊരു തീരുമാനമെടുത്തത്. പ്രതിഭാഗം വാദിച്ചത് ഈ കേസിൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് അന്വേഷണം നടക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിലൊരു അന്വേഷണവും നടക്കുന്നില്ല, വെറുതെ പറഞ്ഞ് ഈ പ്രതികളെ അനാവശ്യമായി ജയിലിട്ടിരിക്കുകയാണ് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം തിരിയുകയാണ്, അവർ കൂടി പ്രതികളാകുമെന്നുള്ളത്. അപ്പോൾ കോടതി ഇപ്പോൾ തന്നെ പ്രതികളാകുമെന്ന് പ്രോസിക്യൂഷൻ ധരിപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ച് ചില സൂചനകൾ കൂടി അവർക്ക് ആ പ്രതിയാകാൻ സാധ്യതയുള്ള സൂചനകൾ, തെളിവുകൾ കൂടി അവർക്ക് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. രതീഷ്, ED ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്ന ആർ.എൻ. വിവരങ്ങൾ നൽകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ കേസിൽ പ്രതിയായേക്കുമെന്ന സൂചനയാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായി, പ്രോസിക്യൂഷൻ നിലപാടായി കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ജാമ്യം ലഭിക്കാതെ അവർ ഇപ്പോൾ 2 മാസത്തിന് അടുത്തേക്ക് എത്തുകയാണ്. പെട്ടെന്നുണ്ടായൊരു അക്രമ സംഭവം എന്ന നിലയിലല്ല സ്വാഭാവികമായ വിഷയങ്ങളെ കാണുന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട്. അക്കാര്യങ്ങൾ അന്വേഷണ വിധേയമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കോടതിയെ അറിയിക്കുന്നത്.